നമ്മുടെ കൂടെ സംവിധായകൻ വിഷ്ണു നാരായൺ. വിഷ്ണു, വെൽക്കം. ഹായ്. പൊതുവെ ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടിയ നല്ല ഫീഡ്ബാക്ക് എന്തെങ്കിലും ഓർക്കുണ്ടോ? നമുക്ക് സിനിമ റിലീസായ അന്ന് തൊട്ട് തന്നെ എല്ലായിടത്തും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ സ്ത്രീ പ്രേക്ഷകരാണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാരും ജനറലി പറഞ്ഞത് നമ്മൾ കൃത്യമായിട്ടൊരു വിഷയം അതിനകത്ത് അഡ്രസ്സ് ചെയ്യുകയും അതാരെയും അലോസരപ്പെടുത്താതെ എന്നാൽ ഒരു 2 മണിക്കൂർ എന്റർടൈൻ ചെയ്ത് തന്നെ അത് പറയാൻ പറ്റി എന്നുള്ള രീതിയിലാണ്. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് കാണേണ്ട സിനിമയാണെന്നാണ് എല്ലാവരും ഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടത്. പിന്നെ ഈ എനിക്ക് ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കിയ ഒരു കമന്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നെ ഒരു ചേച്ചി വിളിക്കുകയുണ്ടായി. അപ്പൊ ചേച്ചി പടം കണ്ടിട്ടാണ് വിളിച്ചത്. മോനെ, നന്നായിട്ടുണ്ട് പടം, നല്ല രസമുണ്ട്, ഫാമിലി ഉറപ്പായിട്ടും കാണേണ്ട സിനിമയാണ്, നമുക്ക് പലരെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ കൂടെ മകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഉണ്ടായിരുന്നു. അപ്പൊ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അപ്പൊ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയത്തെ പറ്റി മകള് ഡൗട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി അങ്ങനെ മകളുമായിട്ട് അത്തരം കാര്യങ്ങൾ ഓപ്പൺ ഡിസ്കഷൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ തിരിച്ച് കാറിൽ പോകുമ്പോൾ ഈ വിഷയങ്ങളെ പറ്റി, മകളുടെ ഡൗട്ടിനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും അത് അവർക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആയി മാറി എന്ന് പറഞ്ഞു. ശരിക്കും അത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകി. കാരണം നമ്മൾ എന്താണോ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് അതിന് ഭയങ്കരമായിട്ട് നമുക്ക് ഹാപ്പിനെസ് നൽകുകയും അതൊരു തുടക്കമാവട്ടെ എന്ന് കരുതുകയും ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ ഒരു മൊമെന്റ് ആയിരുന്നു അത്. തീർച്ചയായിട്ടും ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് എനിക്കിതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഒരുപക്ഷെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ആലോചിച്ച കാസ്റ്റിംഗ് ആയിരിക്കില്ല, പക്ഷെ പല സിനിമകളിൽ പറയുന്ന വിഷയം നമുക്ക് സങ്കല്പിക്കാനേ പറ്റുള്ളൂ. ഇത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഈ കാസ്റ്റിംഗിലേക്ക് വരുന്ന കാര്യത്തിനെ കുറിച്ചും പറയാം. ആക്ച്വലി നമ്മൾ ഈ സബ്ജക്ട് എന്നിലേക്ക് എത്തുകയും അതിന്റെ ഒരു നരേഷൻ കേട്ടതിന് ശേഷം ഈ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആര് ചെയ്യണം എനിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. കാരണം എന്ന് വെച്ചാല് അപ്പൊ ഇതിനു മുമ്പ് തന്നെ ബീച്ചേട്ടനായിട്ട് ഞാനൊരു പ്രോജക്റ്റ് സംസാരിക്കുകയും മറഡോണയ്ക്ക് ശേഷം അത് കോവിഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ഇഷ്യൂ ഒക്കെ വന്നിട്ട് നമ്മളൊന്ന് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ പെട്ടെന്ന് തന്നെ എനിക്ക് ബീച്ചേട്ടനെ, കാരണം ബീച്ചേട്ടൻ ഭയങ്കര ലവബിൾ ആണ്, ഭയങ്കര ക്യൂട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഉണ്ണിയേട്ടനും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ക്യാരക്ടറിനെ പറ്റി എനിക്ക് അധികം വറി ചെയ്തേണ്ടി വന്നിട്ടില്ല. പക്ഷെ സുരാജേട്ടന്റെ ഇപ്പൊ നെഗറ്റീവ് ഷെയ്ഡാണ്. പിന്നെ മാത്രമല്ല ഉണ്ണിയേട്ടനോട് ഈക്വൽ ആയിട്ട് ഐ ടു ഐ കോണ്ടാക്റ്റിൽ നിൽക്കേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ ക്യാരക്ടർ അജിത് ഏട്ടൻ ആര് ചെയ്യണമെന്ന് കുറെ ആലോചനകൾ നടക്കുകയും അങ്ങനെയാണ് നമ്മൾ സുരാജേട്ടനിലേക്ക് എത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ബിജേട്ടനായിട്ട് ഈക്വലി ഒരു ഓപ്പോസിറ്റ് ഒരു പോയിന്റിൽ നിൽക്കണം. രണ്ടാമത്, അജിത്തേട്ടന്റെ ക്യാരക്ടർ കടന്നു പോകുന്ന ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള കുറെ ഏരിയ ഉണ്ട്. അത് ആ ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആവുകയും എന്നാൽ കാണുന്ന പ്രേക്ഷകന് അതൊരു ഫൺ ജനറേറ്റ് ചെയ്യാൻ വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പെർഫോമറെ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. പിന്നെ സുരാജേട്ടനും ബീച്ചേട്ടനും ആണെങ്കിൽ എങ്ങോട്ടേക്കാണ് പടം പോവുക അല്ലെങ്കിൽ ചായ്വ് കിട്ടുക എന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ആ 2 കാസ്റ്റിംഗിലേക്ക് എത്തിയത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ലിജോ മോളുടെ കാസ്റ്റിംഗ്. കാരണം നമുക്കൊരു സാധാരണത്വം വേണം, നമുക്ക് തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീ ആയിട്ട് ഫീൽ ചെയ്യണം. സെയിം ടൈം നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ആ ഒരു പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ലാസ്റ്റ് ഏരിയ ഒക്കെ വരുമ്പോൾ ഭയങ്കര ബോൾഡായ ഒരു നിലപാടിലേക്കാണല്ലോ എത്തുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ കാസ്റ്റിംഗിലേക്ക് നമ്മൾ ലാൻഡ് ആയത്. സ്പെസിഫിക്കലി ലിജുമോളുടെ ഞാൻ ഡോക്ടർ അതിലായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയായിരുന്നു, അതായത് ചില സീൻസ് ഒക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ ആളുകൾ കുറെയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാൻ തോന്നുന്നു, സ്പോയിലർ എന്നുള്ള രീതിയിൽ പേടിക്കാതെ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകള് ഒരു പരിഹാസ രൂപേണയൊക്കെ ആ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നോക്കുന്ന നോട്ടത്തിൽ കൊടുക്കുന്ന റിയാക്ഷൻസ്, അതൊക്കെ അതാണ് കാസ്റ്റിംഗിൽ അങ്ങനെ ഒരു സെലക്ഷൻ പറയുമ്പോഴേ നമുക്ക് ശരിക്കും അത് നല്ലതായിട്ട് വർക്ക്ഔട്ട് ആയിട്ടെന്ന് തോന്നി. അതുപോലെ ശ്രുതി, ലൈക്ക് യുനോ സ്ക്രീൻ പ്രസൻസും വളരെ രസകരമായിട്ട് ആ ഫാമിലി അവരുടെ ആ ഒരു യുനോ വെൻ ഷീസ് ഡ്രൈവിംഗ് ദാറ്റ് വെഹിക്കിൾ ആളുകൾ നോക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കും അതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റും, അത്തരം കാസ്റ്റിങ്ങിനെ കുറിച്ച്. മേ ബി യു ക്യാൻ ടോക്ക് അബൌട്ട് അത്. ലൈക്ക് ലിജോ മോളുടെ കുറച്ചും കൂടി പറയാനുണ്ട് തോന്നുന്നു. ലൈക്ക് യുനോ ഇതില് പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവിടെയും ഇത് ഒരുപക്ഷെ വേറെ രീതിയിൽ ആളുകൾ എടുക്കാവുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, അതിലേക്ക് വരാം. പക്ഷെ അതൊക്കെ വരുന്ന സമയത്തും അവിടെ വളരെ പക്വതയോടുകൂടിയും എന്നാൽ നമുക്കൊരു ഒരു തരത്തിലും വൾഗാരിറ്റി തോന്നാത്ത രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അതെ,
അല്ല, നമ്മൾ ഈ സ്റ്റോറി ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ലിജോ മോൾക്കും പേഴ്സണലി കണക്ട് ആയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. കാരണം ഇതിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇതിലെ സാഹചര്യങ്ങളാണെങ്കിലും കുഞ്ഞു കുഞ്ഞു ഇൻസിഡന്റ് ആണെങ്കിലും എല്ലാം നമുക്ക് അറിയാവുന്ന, നമ്മുടെ ചുറ്റും നടന്നിട്ടുള്ള, ഇനിയും നടക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഈ ബിചേട്ടനാണെങ്കിലും സുരാജേട്ടനും ലിജോയും ശ്രുതിയും എല്ലാവരും ഈ സബ്ജക്റ്റ് കേൾക്കുകയും നമ്മൾ അവരുമായിട്ട് ഒരു ഓപ്പൺ ഡിസ്കഷനിലൂടെ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഉറപ്പായിട്ടും ഈ സിനിമ സംഭവിക്കേണ്ട ഒരു സിനിമയാണെന്നും ഈ കണ്ടന്റ് നമ്മൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണമെന്നും അവരുടെ എല്ലാവരുടെയും ഒരു ബോൾഡായ ഡിസിഷനും ഉണ്ട് ഇതിൽ. കാരണം ഇതൊരു ടീം വർക്ക് കൂടെ ആണല്ലോ. ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അനൂപേട്ടനാണെങ്കിലും ഈ പറയുന്ന കാസ്റ്റിങ്ങിനകത്ത് വന്ന എല്ലാ ആർട്ടിസ്റ്റ് ആണെങ്കിലും അവരുടേതായ ഒരു ബോൾഡ് ഡിസിഷൻ ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് സിനിമ എത്താൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ കാസ്റ്റിംഗിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ശ്രുതി കോപ്പ. കാരണം നമ്മൾ കുറച്ചധികം പേരെ നമ്മൾ ഇതിനു വേണ്ടി ആലോചിച്ചിരുന്നു. പക്ഷേ ശ്രുതി ഭയങ്കര രസകരമായിട്ട് അത്, കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ശ്രുതിയോട് പറഞ്ഞ ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മൾ ഒരിക്കലും ഇത്തരം മാനിപ്പുലേഷൻ ഉള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം ക്യാരക്ടർ ആണെന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി പെർഫോം ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരാൾ ഓർഗാനിക്കലി ഇങ്ങനെ ആകാമല്ലോ, അയാൾ ഇൻബോർഡ് ഇങ്ങനെ ആണ്, കാരണം അയാൾ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. അപ്പൊ ഏതൊരാളും ചെയ്യുന്നതിന്റെ കൂട്ടാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ അങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്യേണ്ട, ഭയങ്കര സട്ടിലായിട്ട് നോർമലി ഒരു മനുഷ്യൻ ബിഹേവ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി എന്നായിരുന്നു. പക്ഷെ അത് ഗംഭീരമായിട്ട് പുള്ളി അത് സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ജോണി ചേട്ടനാണെങ്കിലും, കാരണം ഇപ്പൊ സിനിമ കണ്ടതാണല്ലോ, സെക്കൻഡ് ഹാഫിന്റെ ഒരു ഏരിയ വരെ ജോണി ചേട്ടനാണ് നമ്മളെ അക്കരെ എത്തിക്കുന്നത്. കാരണം സീരിയസ് ആവേണ്ടടുത്ത് സീരിയസ് ആവും, എന്നാൽ അത്യാവശ്യം ഫണ്ട് ജനറേറ്റ് ചെയ്യേണ്ടടുത്ത് അദ്ദേഹം ഭയങ്കര രസകരമായിട്ട് സട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മളുടെ ഈ സിനിമയിൽ ഒരുപാട് ഒറിജിനൽ പോലീസുകാരനാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരും കുറെ സീക്വൻസ് ഒക്കെ കഴിഞ്ഞ് എഡിറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു, ഇത് ശരിക്കും ഒരു SI എങ്ങനെയാണോ സ്റ്റേഷനിൽ ബിഹേവ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കിട്ടുന്ന ഭയങ്കര ഒരു അപ്രീസിയേഷൻ ആണല്ലോ. അപ്പൊ എല്ലാരും എനിക്ക്, കാരണം ചെറിയ ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും, പിന്നെ നമ്മൾ ഓഡിഷൻ നടത്തിയിരുന്നു ചെറിയ ചെറിയ കാസ്റ്റിംഗിലെല്ലാം ഓഡിഷൻ ത്രൂ ആണ് നമ്മൾ എല്ലാരെയും. പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. സോ അതിന്റെ എല്ലാം നമുക്ക് കുറച്ചുകൂടെ, പിന്നെ ഇത് 2 ലൊക്കേഷനല്ലേ ഉള്ളൂ. ഇപ്പൊ കോളനി ഒരു ലൊക്കേഷൻ, പോലീസ് സ്റ്റേഷൻ ഒരു ലൊക്കേഷൻ. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഫ്രണ്ട്ലി ആയി, നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ആ ഒരു കെമിസ്ട്രി എല്ലാവർക്കും കണക്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. പ്രത്യേകിച്ച് ഞാൻ അഗെയിൻ സുരാജിന്റെ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അതിലും ഒരു ഡെയറിങ് ഉണ്ട്. കാരണം ഇത് ഏത് രീതിയിൽ ഭവിക്കും എന്നുള്ളത്, കാരണം ഇത് ഫൈനലി സിനിമ കണ്ടുപോകുന്ന ആളുകള് ആ കഥാപാത്രത്തിനെ കഥാപാത്രം ചെയ്ത ആളെ നോക്കുന്ന ഒരു രീതിയും കൂടി ചിലപ്പോൾ അങ്ങനെ തോന്നാം. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഒരു പക്ഷം പിടിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമ കാണുന്ന സമയത്ത്. ഉറപ്പായിട്ടും, കാരണം ഇതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ്. പിന്നെ ഈ പറയുന്നതിന്റെ കൂട്ട് അദ്ദേഹവും ഞങ്ങളും എല്ലാവർക്കും മനസ്സിലായ ഒരു മൊമെന്റ് എന്താന്ന് വെച്ചാല്, ഈ ഭൂരിപക്ഷം മലയാളിക്കും കണക്ട് ആവുന്നത് ഉണ്ണിയേട്ടനല്ല, അജിത്തേട്ടനാണ്. കാരണം നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ്. ഇപ്പൊ ഏതൊരു നാട്ടിലും ഏതൊരു സൊസൈറ്റിയിലും ഒരു അജിത്തേട്ടൻ ഉണ്ടാവും, ചെറിയൊരു ഗ്യാങ് ഒക്കെ ആയിട്ട് അവിടെ ഒരു രാജാവിനെ പോലെ, മനസ്സിലായില്ലേ, അത്യാവശ്യം ആ ഒരു സദസ്സും. കാരണം പുള്ളിക്ക് എപ്പോഴും ഒരു എന്താ പറയുന്നത്, മെയിൽ ഡോമിനേഷൻ ഫീൽ ഉണ്ട്. പിന്നെ ചെറിയ മെയിൽ ഷോവനിസവും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളി. പക്ഷെ പുള്ളി ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, നല്ല വീടുണ്ട്, കാറുണ്ട്, എല്ലാം അവർക്ക് വേണ്ട എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം പുള്ളിക്ക് ഒരു ചിന്തയുണ്ട്, ദേ ആർ മൈ പ്രോപ്പർട്ടീസ്. അവിടാണ് കല്ലുകടി സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടുന്നാണ് എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. ശരിക്കും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു, കാരണം ഇപ്പൊ ഒരു ആണിന് ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ടെൻഷനായി, പ്രഷറായി, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഏറ്റവും അടുത്ത 2 ഫ്രണ്ട്സിനെ വിളിച്ച് 2 പെഗ് കഴിച്ച് ഹാപ്പി ആയിട്ട് അതിനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഓവർകം ചെയ്യും. പക്ഷെ അജിത്തേട്ടനെ പോലെ ഹസ്ബൻഡുമാരുള്ള ധന്യമാരെന്ത് ചെയ്യും, അവർക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാനോ ഒന്ന് ഓപ്പൺ ചെയ്യാനോ, അവര് ശരിക്കും എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, തന്നെ കേൾക്കാൻ ഒരാളുണ്ടാവുക, തന്നെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. പക്ഷെ അതൊക്കെയാണെന്ന് തോന്നുന്നു ഫാമിലിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുള്ളത്. കാരണം ഇപ്പൊ ലിജോ തന്നെ ഒരു മൊമെന്റിൽ പറയുന്നുണ്ട്, ഞാൻ ഇൻവിസിബിൾ ആണെന്ന്. കാരണം അങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരുപാട് ധന്യമാർ ഈ ലോകത്തുണ്ട്, നമ്മുടെ ചുറ്റും കാണാൻ പറ്റുന്നുണ്ട്. അത്തരം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയതാണെന്ന് തോന്നുന്നു സിനിമ ഇത്രയും കണക്ട് ആയെന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും. മറ്റൊന്ന് ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ നമുക്ക് ഡൊമസ്റ്റിക് വയലൻസിന്റെ ഏറ്റവും ഭീതി സംഭവിക്കുന്നത് കുട്ടികളിലാണ്. അത് വളരെ ഭംഗിയായിട്ട് ശരിക്ക് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഷോട്ടേ ഉള്ളൂ അത്, പക്ഷെ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. ഇതിനെ കുറിച്ച് എങ്ങനെയാ, ഈ ഒരു തോട്ടിനെ കുറിച്ച് എങ്ങനെയാ വന്നിട്ടുണ്ടായിരുന്നത്? ഈ സബ്ജക്റ്റിന്റെ ആദ്യത്തെ ഡിസ്കഷനിലും ആലോചനയിലും മുന്നോട്ട് പോയപ്പോൾ തന്നെ ഞാൻ പേഴ്സണലി ഒരു കോൾ എടുത്തിരുന്നു. കാരണം ഇതിനകത്ത് ഒരിക്കലും വയലൻസ് വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എന്നുള്ളത്. കാരണം അത് ഈ സിനിമ സംസാരിക്കുന്ന വിഷയത്തിന് എഗനിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഓക്കെ, പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഇമോഷണൽ ഒരു അടിയുടെ ബാക്കപ്പിലാണ് അജിത്തേട്ടൻ വരുന്നത്. സ്വാഭാവികമായിട്ടും അയാൾ എന്താണെന്നുള്ളത് അവിടെ പൂർണ്ണമായിട്ടും നമ്മൾ കാണിക്കുകയാണ്. പക്ഷെ നമ്മൾ വിഷ്വലി അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പക്ഷെ നമ്മൾ സൗണ്ടിലാണ് അത് വർക്ക് ചെയ്തത്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഈ പറഞ്ഞതിന്റെ കൂട്ട് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഈ സിനിമ കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും നമ്മളത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര അലോസരം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് ഫാമിലിയോടൊപ്പം ഇരുന്ന് കാണുകയാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആണെങ്കിലും നമ്മൾ വിഷ്വലി കാണിക്കുന്നതിന്റെ ഡബിൾ ഇമ്പാക്റ്റ് ആണ് ആ സൗണ്ടിലൂടെ വർക്ക് ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് കിട്ടിയത്. കാരണം അവര് ക്യാരക്ടറിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർക്കറിയാം ആ വീടിനുള്ളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അവർക്കത് മൈൻഡിൽ വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആ കോൾ ഭയങ്കര രസകരമായിട്ട് തിയേറ്ററിൽ വർക്കായിട്ടുണ്ട്. അപ്പൊ നമ്മളത് ആദ്യമേ എടുത്തൊരു തീരുമാനമായിരുന്നു. മാത്രമല്ല അത് കുഞ്ഞുങ്ങളും കാണേണ്ട ഒരു സിനിമയാണല്ലോ. ഇങ്ങനെ തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അതിന്റെ ഒരു സ്ട്രക്ചർ? ബേസിക്കലി ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഓർഡറും ഞാൻ നരേഷൻ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അതില് നമ്മൾ കുറച്ചധികം മുന്നോട്ട് എഴുത്തിന്റെ സമയത്താണെങ്കിലും മേക്കിങ്ങിന്റെ ഒരു പ്രോസസ്സിന്റെ സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ അതിനകത്ത് ഒരുപാട് ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇതൊരു ബേസിക്കലി അങ്ങനെ ഒരു ഭയങ്കര സ്റ്റോറി ലൈൻ അല്ലല്ലോ. നമ്മൾ ആദ്യം ഒരു സ്പേസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങനെ കുറെ ഫാമിലി, അതിനകത്ത് അജിത്തേട്ടൻ ഫാമിലി അത്ര കണക്റ്റഡ് അല്ല, ഉണ്ണിയേട്ടൻ ഭയങ്കര കൂൾ, ഹാപ്പി ഗോയിങ്, ഓർഗാനിക് ആയിട്ട് ലവബിൾ ആയിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. ആ രണ്ട് ഫാമിലിയെ നമ്മൾ കാണിക്കുകയും ആ സ്പേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ട് നേരെ ലിങ്കന്റെ ക്യാരക്ടറിലൂടെ നമ്മൾ ആ ഇഷ്യൂ ജനറേറ്റ് ചെയ്യാണ്. ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ആ ഇഷ്യൂ ആണ് വളരുന്നത്. ആ റൂമർ വളരുന്നതനുസരിച്ച് നമ്മുടെ ക്യാരക്ടേഴ്സ് തെളിയുന്നു, അവരുടെ ഡീറ്റെയിലിംഗ് വളരുന്നു, അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ തീരുമാനമായെങ്കിലും തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ പറയുന്ന അജിത്തേട്ടന്റെ പൂർണ്ണ രൂപം, എന്താ പറയുന്നത്, വിശ്വരൂപം എന്ന് പറയുന്നതിന്റെ കൂട്ട് ആ പ്രോസസ്സിലാണ് നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയത്. കാരണം സിനിമ അങ്ങനെ തെളിഞ്ഞു വരണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ സെക്കൻഡ് ഹാഫിലാണ് എന്താണ് ശരിക്കും നടന്ന സംഭവം എന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. നമ്മൾ വളരെ സ്ലോയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പതിയെ പതിയെ ഇഷ്യൂലോട്ട് കയറി ആ ഇഷ്യൂവിന് ഒരു മുറുക്കം തുടങ്ങുന്നിടത്തുനിന്നാണ് നമ്മൾ പിടിക്കുന്നത്. ശരിക്കും പോലീസ് സ്റ്റേഷനിൽ എത്തി ഇതാണല്ലേ ശരിക്കും എന്ന് പറഞ്ഞ അതിന്റെ രണ്ടാമത്തെ ഒരു ഡയമെൻഷൻ കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത്. ആ ട്രീറ്റ്മെന്റ് തന്നെ ആയിരുന്നു നമ്മള്. പിന്നെ മാത്രമല്ല നമ്മൾ വളരെ ബിഗിനിങ്ങിൽ തന്നെ ഇപ്പോ സുരാജ് ഏട്ടന്റെ ഓപ്പൺ ചെയ്യുന്ന ഷോട്ട് തന്നെ ഒരു മിറർ ഷോട്ടാണ്. ആ മിററിൽ അദ്ദേഹം വന്നിട്ട് ഞാൻ എന്താണെന്ന് വളരെ സട്ടിലായിട്ട് കാണിക്കുന്നുണ്ട്. അത്ര എന്താ നമ്മൾ ഊളാന്നൊക്കെ പറയില്ലേ. അപ്പോ അതുപോലെ ലിജോ മോളുടെ ഒരു മിറർ ഷോട്ട് ഉണ്ട്. ആ കമ്മൽ അഴിച്ചു വെക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും ചിരിക്കാൻ ട്രൈ ചെയ്യാണ് പബ്ലിക്കിനെ ഫേസ് ചെയ്യുമ്പോൾ. അറ്റ് ദ സെയിം ടൈം ഉണ്ണിയേട്ടന്റെ ഫാമിലി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു മിറർ ഷോട്ടിലാണ്, പക്ഷെ അതൊരു കിസ്സിങ് സീനാണ്. ഭയങ്കര ലവബിൾ ആയിട്ടൊരു ഫാമിലിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ തന്നെ ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് ആൾക്കാർക്ക് കണക്ട് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ നമ്മൾ സുരാജേട്ടന്റെ ഷോട്ട്, സിനിമയിലെ ലാസ്റ്റ് ഷോട്ട് എൻഡ് ചെയ്യുന്ന ഒരു ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് അയാൾ പോവാണ്. അതായത് ധന്യയുടെ ലൈഫിൽ നിന്ന് അയാൾ പോവാണ്. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽ നമ്മൾ ത്രൂ ഔട്ട് സിനിമയിൽ വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് പലർക്കും, നമ്മൾ ഈ പടം കണ്ടിട്ട് പലരും അത് വിളിച്ച് പേഴ്സണലി പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മലയാള സിനിമ 2024 വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോക്സ് ഓഫീസ് തലത്തിലും ആണെങ്കിലും കുറെ കൂടി അപ്രീഷിയേഷൻ കിട്ടുന്നുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു നടന്ന സംഭവം കുറെ കൂടി ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് OTT വരുന്ന സമയത്തായിരിക്കും. കാരണം ഇത് തിയേറ്ററിൽ എല്ലാവർക്കും ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, അതായത് മറ്റുള്ള സിനിമകളുടെ ഇടയിൽ ഈ സിനിമ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ വേണോ, അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ഉണ്ടായിരുന്നോ? സിനിമയുടെ പ്രോസസ് എല്ലാം കഴിഞ്ഞു അതിന്റെ ഒരു ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഈ സിനിമ കണ്ടിട്ട് ആരും മോശം പറയില്ല എന്നുള്ളൊരു മിനിമം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രൊഡ്യൂസറിനും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 2 വീക്കെൻഡ് അല്ലെങ്കിൽ ഈ ഒരു ടൈം നമുക്ക് വേണമായിരുന്നു. കാരണം ഒരുപാട് സിനിമകൾ ഈയിടെയായിട്ട് എല്ലാ വീക്കെൻഡിലും ഒരുപാട് സിനിമകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ, കാരണം നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് കിട്ടുന്ന ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ.
കാരണം നമുക്കറിയായിരുന്നു ഈ സിനിമ ആദ്യം വന്ന് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട്, കാരണം ഇതൊരു മാസ് ഒരു ആക്ഷൻ എലമെന്റ് അങ്ങനത്തെ സിനിമ അല്ലല്ലോ. ഇത് ഫാമിലി പതിയെ പതിയെ വന്ന് അറിഞ്ഞ് കയറേണ്ട ഒരു സിനിമയാണ്. ആ ടൈമിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു നന്നായെന്ന് തോന്നുന്നു. കാരണം ഇപ്പം സെക്കൻഡ് വീക്ക് ആണെങ്കിലും എല്ലായിടത്തും നല്ല ഈ പറയുന്ന തിയേറ്റർ റെസ്പോൺസ് ആണെങ്കിലും ആൾക്കാരുടെ വരവാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനിയിപ്പോ തേർഡ് വീക്കിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ്. അതിനെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് വളരെ കറക്റ്റ് ആണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകൾ പബ്ലിസിറ്റി കൂടെ വന്ന് ഇത് ചെയ്യുന്നില്ല. എന്നിട്ട് ദിസ് ലൈക്ക് തേർഡ് വീക്ക്, സോ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. നമുക്ക് ആ ഒരു സീൻ ഉണ്ട്, അതൊരു മലയാള സിനിമ അത്തരം സബ്ജക്ട്സിനെ കുറിച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ഒരു സെൽഫി എന്ന് പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഇത് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും കൺസേൺ ഉണ്ടായിരുന്നു? ഇത് വർക്ക്ഔട്ട് ആവോ, ഇതിനെ ഏത് രീതിയിൽ ആളുകൾ സ്വീകരിക്കും, അങ്ങനെയൊക്കെ? ഇല്ല, നമുക്ക് നമ്മൾ ഈ കഥ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം തന്നെ അതായതുകൊണ്ട് ഇത് വളരെ വെരി ബിഗിനിങ്ങിൽ തന്നെ ഇതുണ്ട്. പക്ഷെ നമ്മൾ മുന്നോട്ടുള്ള പ്രോസസ്സിൽ നമ്മൾ എടുത്തൊരു കോൾ എന്ന് വെച്ചാൽ ഇത് എത്രത്തോളം ഓർഗാനിക് ആയിട്ട്, അതായത് അലോസരപ്പെടുത്താതെ ഭയങ്കര ജെല്ലായിട്ട് നമ്മൾ ഏതൊരു സീനും കണ്ടുപോകുന്നത് പോലെ എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അതിപ്പോ ഈവൻ ഡയലോഗ് ആണെങ്കിലും നമ്മൾ 2-3 തവണ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടുപേരും നല്ല, ഇപ്പം നമ്മുടെ ആതിരയാണെങ്കിലും ലിജോ മോൾ ആണെങ്കിലും അവരാദ്യം തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ജനറേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ടോക്ക് നമുക്ക്, പിന്നെ ഞാൻ ഒരിക്കലും എന്റെ ഫ്രെയിമിലേക്ക് അവരെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടില്ല. അവരെ നല്ല ഈ സിനിമയിൽ ഒരിടത്ത്. കാരണം എന്ന് വെച്ചാല് ആ കിച്ചൺ സീൻ കുറച്ചധികം സമയം എടുത്ത് ഷൂട്ട് ചെയ്തതാണ്. കാരണം നമുക്കറിയാം സിനിമയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സീക്വൻസ് ആണ്. സോ അതുകൊണ്ട് സമയം എടുക്കുകയും അവരെ ഞാൻ അവരുടെ ഇഷ്ടത്തിന് വിടുകയും ചെയ്യുകയാണ് ചെയ്തത്. പരമാവധി പ്രോപ്സ് ഉപയോഗിക്കുക. അവരൊരു കേക്ക് പരിപാടിയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവരുടെ രീതിയിൽ നമുക്ക് പറയേണ്ട ഒരു കണ്ടന്റ് മാത്രം പറയുക, ബാക്കി അവരുടെ ഇഷ്ടത്തിന് പെർഫോം ചെയ്തോളാൻ പറഞ്ഞിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യായിരുന്നു. സോ അതുകൊണ്ട് അവരും ആ ഒരു ഫ്രീഡം അവർക്ക് കിട്ടി. അവരെ നമ്മൾ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി അത്ര ഓർഗാനിക് ആയിട്ട് ഭയങ്കര പ്ലസന്റ് ആണ് പറയുന്ന കാര്യങ്ങൾ. ഒട്ടും ഈ പറയുന്ന ഇറിറ്റേറ്റ് ചെയ്യാതെ ഭയങ്കര ഓർഗാനിക്കലി അത് പറഞ്ഞങ്ങ് പോയി എന്നുള്ളതാണ്. എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീനാണത്. കാരണം എല്ലാവർക്കും തുടക്കത്തിൽ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് നമ്മൾ ആ സീനിൽ. പിന്നെ ഈ സിനിമയിൽ പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒരിടത്തും നമ്മൾ ഒന്നും ഫോഴ്സ്ഫുൾ ആക്കാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതാ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ ഒരു അവകാശവും നമുക്കില്ല. കാരണം എന്ന് വെച്ചാൽ വളരെ ഓർഗാനിക് ആയിട്ട് നമ്മൾ ഇപ്പൊ സെയിൽസ് ഗേൾ പറയുന്ന ഒരു ഡയലോഗ് ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പബ്ലിക് ടോയ്ലറ്റിന്റെ ഒരു കാര്യം. അതെന്താന്ന് വെച്ചാൽ ആ ക്യാരക്ടർ അനുഭവിച്ചിട്ടുള്ളതാണ്. ആ ക്യാരക്ടറിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ആ കുട്ടി ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ വളരെ ഓർഗാനിക് ആയിട്ട് മൊമെന്റിൽ ഉണ്ണിയേട്ടനോട് പറയുകയാണ്. അതൊരിക്കലും നമ്മൾ ഇതേ ഞങ്ങൾ കുറച്ച് വിഷയം പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല, ആ ക്യാരക്ടറിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ്. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് പ്രസന്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അത് വളരെ കറക്റ്റ് ആണ്. അതായത് ഉണ്ണിയേട്ടൻ എന്നുള്ള ക്യാരക്ടർ അതിനെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, അത് വളരെ സ്വാഭാവികമായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഥാപാത്രത്തിന്റെ ഇങ്ങനൊരു ക്യാരക്ടർ ഒരിക്കലും അജിത്തേട്ടന്റെ ഫാമിലിയിൽ പോയിട്ട് ഷീൽ നോട്ട് ബി ദാറ്റ് ഹാപ്പി ടു അഡ്രസ് ദിസ് തിങ്, അല്ലെങ്കിൽ ആ അഡ്രസ് ചെയ്യാവുന്നുള്ളതിനെ കുറിച്ച് ഈ പെൺകുട്ടിക്ക് ഒരു പക്ഷെ സംശയം ഉണ്ടാവും. കാരണം അത് ആ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ അതിനെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ ഐ തിങ്ക് യു ഹാവ് ഡൺ സോ ജസ്റ്റിസ് ടു ദ ക്യാരക്ടർ. അത് പ്രസന്റ് ചെയ്ത ആളുകളും അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് കൺവിൻസിങ് ആണെന്ന് തോന്നുന്ന രീതിയിൽ കറക്റ്റ് ആണ്. അതൊരു ഫിലിം മേക്കിങ്ങിന്റെ ഇത്തരം കാര്യങ്ങൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ സെൽഫിയുടെ കാര്യമാണെങ്കിൽ അതിൽ പ്രസന്റ് ചെയ്യുന്ന ഇപ്പൊ നമ്മുടെ സുധീകോപ്പ നമ്മൾ പല വേഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് മേക്ക് ഓവർ തുടങ്ങി ഉള്ള അതിന്റെ പ്രസന്റേഷൻ. എന്നാൽ ഇദ്ദേഹം ആദ്യം കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് സെറ്റിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ്ണു. അതായത് ഇയാള് ഉൾപ്പെടുന്ന ജെൻഡറിനെ കുറിച്ച് തന്നെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞു തുടങ്ങണേ. അത്തരം കാര്യങ്ങളുടെ സ്ക്രിപ്റ്റിന്റെ ഒരു ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് ഈ പറയുന്ന സമയത്ത് നമുക്ക് ക്യാരക്ടർ അനാലിസിസ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരുപക്ഷെ കൂടുതൽ ചർച്ചകൾ വരികയും ഈ കാര്യം തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ വിഷ്ണു പറഞ്ഞത്, ഒരു അമ്മ വിളിച്ചിട്ട് അമ്മയും മകളും കൂടി യാത്ര ചെയ്യുമ്പോൾ സംസാരിച്ച കാര്യങ്ങൾ ഒരു പക്ഷെ ഒരു മറ നീക്കി വരുന്നതിന്റെ ഒരു കാര്യം കൂടിയാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ അത് അത്തരം ഓഫ്കോഴ്സ് ഈ അമ്മയെ കുറിച്ച് പറഞ്ഞു, അത്തരം ഡിസ്കഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു വിഷ്ണുവിന്റെ അടുത്ത്? ഉണ്ട്. ഇപ്പൊ ഈ നമുക്ക് പേഴ്സണൽ കോൾ ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും പലരും പറയുന്നത് ഈ ഒരു അറ്റംപ്റ്റിനെ പറ്റി തന്നെയാണ്. കാരണം മാത്രമല്ല, ഈ ഞാൻ ആദ്യം പറഞ്ഞതിന്റെ കൂട്ട്
നമ്മൾ കൃത്യമായൊരു വിഷയം ആരെയും ഇറിറ്റേറ്റ് ചെയ്യാതെ അലോസരപ്പെടുത്താതെ പറയുമ്പോഴും ഒരു എന്റർടൈൻമെന്റ് എന്നുള്ളൊരു പരിപാടി നമ്മൾ വിട്ടിട്ടില്ല. കാരണം ഇപ്പൊ എന്നോട് പലരും ചോദിച്ചു ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇത് പ്രസന്റ് ചെയ്തൂടെ. കാരണം നമ്മളിതൊരു അതീവ ഗൗരവമായിട്ട് ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്താൽ അതിന് കിട്ടേണ്ട ഒരു അറ്റൻഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ലിമിറ്റഡ് ഗ്രൂപ്പിലായി പോകും. ഇതിപ്പോ നമ്മളുടെ ഒരുപാട് ഫാമിലി വരുന്നു, കാണുന്നു, അറ്റ് ദ സെയിം ടൈം അവർ ആ സിനിമ എൻജോയ് ചെയ്യുന്നതിനപ്പുറം നമ്മൾ പറയേണ്ട കാര്യത്തെ റെസ്പെക്ട്ഫുള്ളി അവർ എടുക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാണ് എല്ലാവരുടെയും ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിതിനെ ഭയങ്കര ഒരു സീരിയസ് അപ്രോച്ച് ആയിരുന്നെങ്കിൽ ഇത്രയും അപ്രീസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും ഉണ്ടാകും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങൾ, ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിലും ഈ സ്ത്രീകളുടെ സ്പേസിനെ പറ്റിയിട്ടാണെങ്കിലും അവരുടെ ഓപ്പൺ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണെങ്കിലും അതെല്ലാം നമ്മൾ വളരെ രസകരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് സ്ത്രീ പ്രേക്ഷകർ വിളിച്ചിട്ട് പറയുന്നത് അത് തന്നെയാണ്. കാരണം അവർക്ക് ഇപ്പം ഈ പറയുന്ന അജിത്തേട്ടനെ പോലൊരു ഹസ്ബൻഡ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 4 ചുവരുകൾക്കുള്ളിൽ അവർക്ക് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരു മൊമെന്റ് ആണ്. പിന്നെ ഇതിനോടനുബന്ധിച്ച് വന്ന കുറെ രസകരമായ ഡിസ്കഷൻ, അതായത് ഇപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാം. പക്ഷെ എന്നിട്ടും ഈ ജനറേഷനിലും പലർക്കും അത് പറ്റുന്നില്ല. കാരണം ഫാമിലി ഉണ്ട്, അവരുടെ അച്ഛനും അമ്മയും അതിന് ബുദ്ധിമുട്ടാണ്, മോളെ ഒന്ന് ക്ഷമിക്കൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർക്ക് ഈ ഹസ്ബൻഡ് എങ്ങനെയാണെങ്കിൽ പോലും ഹസ്ബൻഡ്, കുഞ്ഞ്, സൊസൈറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവർക്ക്. പക്ഷെ അതെല്ലാം ഒരു പരിധിവരെ ധന്യയും ആ ലിമിറ്റേഷനുള്ളിലാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു മൊമെന്റിൽ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു മനുഷ്യൻ കൊടുക്കുന്ന ഒരു സീഡാണ് ആ കോളിലേക്ക് നയിക്കുന്നത്. നമുക്ക് അല്ലാതെയും ഒരു സ്പേസ് ഉണ്ട്, വേറൊരു വേൾഡ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു നിലപാടിലോട്ട് പോവാം. കാരണം ധന്യ അത് ഒരു ദിവസം കൊണ്ട് എടുക്കുന്ന കോളല്ല, കുറച്ചധികം കാലമായിട്ട് പരമാവധി സഹിക്കുക, ക്ഷമിക്കുക എന്ന് പറയുന്ന പോളിസി എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു മൊമെന്റിൽ ഓക്കെ ഇനി വേണ്ട. കാരണം അതിന്റെ എക്സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞു അജിത്തേട്ടൻ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നതിന് ശേഷം അതിന്റെ എക്സ്ട്രീമിലേക്ക് എത്തി. അപ്പം ആ ഒരു നിലപാടാണ് ശരിക്കും ഈ പറയുന്നതിന്റെ തൊട്ട് ഉണ്ണിയേട്ടന്റെ അജിത്തേട്ടന്റെയും ഫ്രിക്ഷനിലൂടെ നമ്മൾ പറയുന്ന സിനിമ എന്താണ്? ധന്യയുടെ സിനിമയാണ്, അല്ലെങ്കിൽ ധന്യയെ പോലുള്ള ആയിരക്കണക്കിന് സ്ത്രീകളുടെ സിനിമയാണ്. സോ അത് ആ രീതിയിൽ ആൾക്കാർ ഏറ്റെടുക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അതിലേക്ക് വന്ന ഒരു സീൻ, അതായത് അത് ട്രെയിലറിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഓർത്ത് നമ്മുടെ ഉള്ളിലൊരു നർമ്മം വിരിഞ്ഞു വരുന്ന സമയത്താണ് യു ആർ ഇൻട്രൊഡ്യൂസിങ് ധന്യ. ആ ഒരു സ്പോട്ടില് ഇറ്റ്സ് ലൈക്ക് എ കിക്ക് ഓൺ ദ ഫേസ് ഫോർ ദ ഓഡിയൻസ് ആസ് വെൽ. അപ്പൊ ആ ഒരു ഡയലോഗ് ഫ്രെയിം ചെയ്തതിലേക്കും അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് വന്നതിനെ കുറിച്ച് പറയാം. നിങ്ങൾ ഭാര്യയും കൂടി യൂറോപ്പിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ, നല്ലൊരു ഉപ്പും ചാക്കും തലയിൽ വെച്ചിട്ട് നമ്മൾ തൃശ്ശൂർ പൂരം കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അതായിരുന്നു അവസ്ഥ. നമ്മൾ ആ സീക്വൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത്. അതായത് നടന്ന സംഭവം, ഇത് പല വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ടൈറ്റിൽ അവിടെ പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ ആ പർട്ടിക്കുലർ സീൻ ഇപ്പൊ നമ്മുടെ സിനിമയിലാണെങ്കിലും ഒരു 2-3 മദ്യപാന സദസ്സുകളുണ്ട്. ആ സദസ്സുകളിലെല്ലാം കൃത്യമായ ആൺവർത്തമാനങ്ങളാണ്. അപ്പൊ ഇതേ വിഷയം തന്നെയാണ് ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു ലേഡി കോൺസ്റ്റബിൾ ചോദിക്കുന്നത്. നിങ്ങൾ ആൺ സുഹൃത്തുക്കൾ കൂടുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംസാരിക്കാം, പെൺ സുഹൃത്തുക്കൾക്ക് സംസാരിച്ചൂടെ, അല്ലെങ്കിൽ ഒരു ആണും പെണ്ണിനും അതുപോലെ സംസാരിച്ചൂടെ? ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ഈ പറയുന്ന പുരോഗമനം എന്ന് പറയുമ്പോൾ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ. പിന്നെ നമ്മൾ ആ മദ്യപാന സദസ്സാണെങ്കിലും ഇപ്പം ഈ കൂടിരിക്കുന്നവരുടെ 2 കൈയടി കിട്ടാനോ അപ്രിസിയേഷൻ കിട്ടാനോ നമ്മൾ എന്തും വിളിച്ച് പറയുന്ന ഒരു മൊമെന്റ് കൂടാണത്. ശരിക്കും ആ സീന്റെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ മൊമെന്റ് ലിജോയുടെ റിയാക്ഷൻ ആണ്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ലിജോയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ആ സിനിമ ഓപ്പൺ ചെയ്യുന്ന സീക്വൻസിൽ തന്നെ നമ്മൾ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പം ആ ബർത്ത്ഡേ ഫംഗ്ഷനിൽ ആ സെൽഫി എടുക്കുമ്പോൾ തന്നെ ലിജോയുടെ ഫേസിലേക്ക് രണ്ടാമത് അജിത്തേട്ടൻ നോക്കുമ്പോഴാണ് ചിരി വരുന്നത്. സോ ദേ ആർ നോട്ട് കണക്റ്റഡ് എന്നുള്ളത് നമ്മൾ അവിടെ തന്നെ പ്ലേസ് ചെയ്താണ് പോകുന്നത്. കാരണം നമ്മുടെ പല സുഹൃത്തുക്കള് ഈവൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും പറഞ്ഞിരുന്നു, സിനിമയുടെ ഓപ്പണിങ്ങിൽ തന്നെ ഇങ്ങനെ ഒരു വളരെ സീരിയസ് ആയ ഒരു സീനിൽ ഓപ്പൺ ചെയ്യണോ, കുറച്ചുകൂടെ നമുക്ക് ലൈറ്ററായിട്ട് കയറി കാര്യങ്ങളിലേക്ക് പോയാൽ പോരെ എന്നുള്ളത്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് നമ്മൾ ഇത്തരം ഈ രീതിയിലാണ് നമ്മൾ ഈ സിനിമ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ബിഗിനിങ്ങിൽ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് ബാക്കി സിനിമ ഫോളോ എന്ന് എനിക്ക് തോന്നി.
കാരണം നമ്മൾ ആദ്യം ലൈറ്ററാക്കി പിന്നെ പറയുമ്പോൾ ഒരു കല്ലേടി ചിലപ്പോൾ സംഭവിക്കാം. നമ്മൾ വെരി ബിഗിനിങ്ങിൽ ആ പ്രൊലോഗ് സീനിൽ തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന വിഷയങ്ങൾ, ഇങ്ങനെ ആയിരിക്കും സിനിമ മുന്നോട്ട് പോകുന്നത്. സോ അപ്പൊ അവർക്ക് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും എന്റെ ഒരു ഫേവറേറ്റ് സീനോടാണത്. ഒരു ഫിലിം മേക്കിംഗ് എക്സ്പീരിയൻസ് ഇതിൽ റിവീൽ ചെയ്യുന്നുണ്ട്. ഐ മീൻ ഈവൻ ദോ യു ആർ നോട്ട് യുനോ ഷോയിങ് ഇറ്റ് ഓഫ്, ഇറ്റ്സ് വെരി മച്ച് എവിഡന്റ് ഫ്രം ദ സീൻസ്, ഫ്രം ദ വേ യു ആർ സ്ട്രക്ചർഡ് ദ സീൻസ്. അത് രസകരമായിട്ട് അത് പറയുമ്പോൾ ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ച് പറയാൻ തോന്നുന്നു. ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ പ്രോജക്റ്റുകൾ ഡിസ്കഷനിലാണ്. അതിന്റെ ഒരു ഫൈനൽ കൺഫർമേഷന് വെയിറ്റ് ചെയ്യാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അത് എത്രയും പെട്ടെന്ന് സിനിമയായി കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് കൺഫേം ആവും തോന്നുന്നു. വിഷ്ണുവിന്റെ അടുത്ത് ഗംഭീര സംഭവങ്ങൾ കയ്യിലിരിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വി ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഉറപ്പായിട്ടും അതിനുള്ള ശ്രമത്തിലാണ്. എത്രയും പെട്ടെന്ന് അത് സിനിമ ആകട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്, അതിനായിട്ടുള്ള ശ്രമത്തിലാണ്. ഒരുപക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്യേണ്ട ഒരു സംഭാഷണമായിരുന്നു. പക്ഷെ നല്ല രസമായിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് തന്നെ വീണ്ടും ആ സിനിമ കാണാൻ അതിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ അത്ര പോലും ശ്രദ്ധിക്കാതിരുന്ന ചില കാര്യങ്ങളിലേക്ക് ഇൻസൈറ്റ് വരെയും ഒരുപക്ഷെ ഞാൻ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാണാൻ എന്നെ പ്രചോദിപ്പിക്കുന്നതാണ്. ആസ്ട്രിക്സിനെ കുറിച്ച് പറഞ്ഞില്ല, അതെന്തായിരുന്നു ആസ്ട്രിക്സ് നടന്ന സംഭവം എന്നുള്ളത്? അതിപ്പോ നമ്മൾ സാധാരണ ബുക്ക് വായിക്കുമ്പോഴും എല്ലാം നമ്മൾ അറിയാലോ. അതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാല് അത് എന്താണെന്ന് അറിയാൻ, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിലിംഗ് അറിയാൻ നമ്മൾ താഴെ റെഫറൻസ് നോക്കണം. ഇപ്പൊ നടന്ന സംഭവം നമ്മൾ അങ്ങനെ ഒരു അത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഈ സിനിമ കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും തിരയുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാം ഇത്തരം വിഷയങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് പ്ലേസ് ചെയ്തത്. കാരണം ഉറപ്പായിട്ടും ഇത് എല്ലാവർക്കും കണക്ട് ആവുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ഇൻസിഡന്റും കുറെ ക്യാരക്ടേഴ്സും ആണ്. അത് നമ്മുടെ ലൈഫിലേക്ക് നോക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. സോ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും, ഇവരിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ സംസാരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സോക്കോൾഡ് കുന്നായ്മ പറയുന്ന സ്ത്രീകൾ ഉണ്ടാവോ ചോദിക്കുന്ന അത്തരം സാധനങ്ങൾ എവിടെയോ വായിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അതൊക്കെ കുറച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി എക്സാജറേറ്റ് ചെയ്തിട്ടുള്ളതല്ലേ എന്നൊക്കെ. അല്ല, അത് മാത്രമല്ല, അത് നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ഒരു റോങ് കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ മാത്രമേ ഇതുള്ളൂ എന്ന് പറയുന്നത് ഭയങ്കര റോങ് ആയ ഒരു കണ്ടെത്തലായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നമ്മള് വളരെ ഹൈഫൈ ആയിട്ട് ജീവിക്കുന്ന, ബേസിക്കലി മനുഷ്യന്റെ ഇമോഷൻസ്, കോംപ്ലക്സ്, ഈഗോ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു, ഇത് കേരളത്തിൽ മാത്രം നടക്കും. ഞാൻ കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ ഉള്ള സ്ഥലത്ത് മാത്രമല്ല, ഇത് എവിടെയും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെതായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ. മനുഷ്യന് ഇപ്പൊ അജിത്തേട്ടനെ പോലെ ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഭയങ്കര കോംപ്ലക്സ് ഉള്ള, എന്റെ വൈഫും എന്റെ കുഞ്ഞുങ്ങളെല്ലാം എന്റെ പ്രോപ്പർട്ടി ആണെന്ന് വിചാരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. അതുപോലെ ഉണ്ണിയേട്ടനെ പോലെ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തെ പോലെ ചിന്തിക്കുകയും ജെൻഡർ വ്യത്യാസങ്ങളില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന, ഇവിടെ എല്ലാം പ്രശ്നം എന്താണ്? ഇപ്പൊ അജിത്തേട്ടന്റെ വൈഫായിട്ട് കണക്റ്റഡ് അല്ല, അവർക്കൊരു ഓപ്പൺ സ്പേസ് അവിടെ ഇല്ല സംസാരിക്കാൻ. അപ്പോ പുതുതായിട്ട് വരുന്ന ഒരു താമസക്കാരൻ അത് ധന്യയോട് മാത്രമല്ല, അവിടുത്തെ എല്ലാ സ്ത്രീകളുമായി ആണുങ്ങളുമായിട്ടും വളരെ വളരെ ലവബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നു. ആ ധന്യ തന്നെ പറയുന്നുണ്ട്, എന്റെ ചെറുപ്പത്തിൽ എന്റെ പേരൻസോ കൂട്ടുകാരോ ടീച്ചർമാരോ ആരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ, നമ്മൾ പോലും ഇപ്പോഴല്ലേ ഇങ്ങനെ ഓപ്പൺ ആവുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആളുമായിട്ട് സംസാരിക്കുമ്പോൾ അജിത്തേട്ടനെ പോലുള്ള ആൾക്കാരുടെ കാഴ്ചയിലാണ് പ്രശ്നം. പുള്ളിക്ക് ആ കാഴ്ചയിൽ ഒറ്റ കാര്യം കിട്ടത്തുള്ളൂ, അതാണ് ഭൂരിഭാഗം സൊസൈറ്റിക്കും കിട്ടുന്നത്. അവിടാണ് നമുക്ക് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളാണ് പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് എല്ലാ സൊസൈറ്റിയിലും ഉണ്ട്. പിന്നെ നമ്മള് ബേസിക്കലി നമ്മളെല്ലാരും ഒരു മാസ്ക് ഇട്ടാണല്ലോ ജീവിക്കുന്നത്. നമ്മള് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിലിരിക്കുമ്പോൾ എന്താണോ അതാണ് നമ്മൾ, ശരിക്കും നമ്മൾ. അത് നമ്മളെ പുറത്തു വിടില്ലല്ലോ, ഒരു പരിധി വരെ നമ്മളത് പുറത്തു വിടില്ല. സൊസൈറ്റിയുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും ഒരു പരിധി വരെ മാസ്ക് ഇടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബാക്കിയൊക്കെ പിന്നെ ഇല്ലാത്ത കാര്യങ്ങളാണ്. അത് നമ്മൾ പറയുന്ന, എസ്പെഷ്യലി മലയാളികൾ, ഞാൻ അങ്ങനെ ആരെയും ബ്ലെയിം ചെയ്തതല്ല, ജനറലി എനിക്ക് തോന്നിയിട്ടുണ്ടത്. ശരിയാണ്. മാത്രമല്ല ഇപ്പൊ നമ്മള് അത്ര അടുത്ത ബന്ധങ്ങളുടെ ഇടയിൽ പോലും നമ്മൾ ഈ ഒരു ടെക്നോളജി മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ, അത് ആൻഡ് ഹൗ ഇസ് ഇറ്റ് ലീക്കിംഗ് ഔട്ട് ടു ദ സറൗണ്ടിങ്സ് എന്നുള്ളതിന്റെ ഒരു സാധനം വരുന്നുണ്ടല്ലോ. അപ്പൊ അത് അത്ര പോലും നമ്മൾ ആ
എന്താ പറയാ, ആ റിലേഷൻഷിപ്പിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും ഒരു ഇതുണ്ടല്ലോ, അത് അവിടെയൊക്കെയാണ് ശരിക്കും നമ്മൾ പൊളിച്ച് കാണിക്കുന്നത്. അതായത് ഈ നമ്മളിലുള്ള ഒരു ക്രൂരത അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു സെൽഫിഷ്നെസ് അതിലേക്ക് സ്പാർക്ക് ചെയ്യുന്ന രീതിയിലാണ് സിനിമ. വളരെ സന്തോഷം വിഷ്ണു. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. കാണാം. നല്ല ലിസ്റ്ററാണ്. അല്ല, ഇതൊക്കെ എങ്ങനെയാ അറിയുന്നത്? മാതാപിതാ ഗൂഗിൾ ദൈവം എന്നല്ലേ.